തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടായ ഈശോ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യം വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവമാണ്. അബ്രാഹത്തിൻ്റെ ബലി എന്നാണ് അതിൻ്റെ തലക്കെട്ട്. സാധാരണയായി പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തിന് ബലി കൊടുക്കുന്നത് കാണുന്നത് ഒന്നുകിൽ ആദ്യമായി കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ, ഫലവിഭവങ്ങൾ, അല്ലെങ്കിൽ ബലിയായി നൽകുന്ന കുഞ്ഞാട്, അല്ലെങ്കിൽ ചങ്ങാലിപ്രാവ്, ഇതൊക്കെയാണ്. പക്ഷെ ഇവിടെ പൂർവ്വപിതാവായ അബ്രാഹത്തിനെ ദൈവം ഏറെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൂർവ്വപിതാവായ അബ്രാഹത്തോട് ദൈവം തൻ്റെ മകനായ ഇസഹാക്കിനെ ബലി കഴിക്കാൻ പറയുന്നത്. പക്ഷേ ആകെ ഒരു മകനേ ഉള്ളൂ. അതാണ് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ, ദൈവത്തോടുള്ള സ്നേഹത്തെ നമ്മൾ കൂടുതലായി കാണേണ്ടത്. ഈ മകൻ ജനിക്കുന്നതിന് മുമ്പൊക്കെ കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞു, നിന്റെ സന്തതികൾ മണൽത്തരി പോലെ പെരുകപ്പെടും. അപ്പോഴൊന്നും അബ്രാഹം അവിശ്വസിച്ചില്ല. ഒരു കുഞ്ഞുപോലും ഇല്ലാത്ത സമയത്താണ് ഇത് പറയുന്നത്. അപ്പോഴൊന്നും അബ്രാഹം ദൈവത്തിൽ അവിശ്വസിച്ചില്ല എന്നുള്ളതാണ്. ദൈവത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം നമുക്ക് തരും. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ സങ്കടം അവർക്കുണ്ട്, പ്രത്യേകിച്ച് ഭാര്യ സാറാക്കി. ആ ഒരു സങ്കടം അവർക്കുണ്ട്. പക്ഷേ ആ സങ്കടം ദൈവം മാറ്റിക്കൊടുക്കുന്നത് എപ്പോഴാ? വാർദ്ധക്യത്തിൽ നിന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകും. അത് ദൈവത്തിൻ്റെ വലിയ കരുണയുടെ ഉദാഹരണമാണ്. ദൈവം അത്രമാത്രം അബ്രാഹത്തെ സ്നേഹിച്ചു, വിശ്വസിച്ചു. അതിന് പകരമായി അബ്രാഹം ദൈവം പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ചുവട് വയ്ക്കാത്ത വിശ്വാസിയായി മാറി. സ്നാപയോഹന്നാൻ്റെ ജനനം നമ്മൾ കണ്ടിട്ടുണ്ട്. സഖറിയായും എലിസബത്തിനും വാർദ്ധക്യത്തിലാണ് ജനിച്ചത്. അപ്പോൾ വാർദ്ധക്യത്തിലാണ് അബ്രാഹത്തിനും സാറായ്ക്കും ഒരു പുത്രനുണ്ടായത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മലഖ പറയുന്നതാണല്ലോ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം സാധ്യമാണ്. നമുക്കാണ് പലതും അസാധ്യമായിട്ടുള്ളത്. വിശ്വാസത്തോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം എല്ലാം സാധ്യമാക്കി തരുന്നവനാണ് എന്നുള്ളതാണ്. അതാണ് ദൈവത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ആ മകനെയാണ് ബലിയർപ്പിക്കാൻ പറയുന്നത്. ദൈവം തന്നവനാണ്, ദൈവത്തിനുള്ളവനാണ്. ദൈവം തരും നമുക്ക്. തലയോലപ്പറമ്പ് പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് അവിടെ ശനിയാഴ്ചകളിൽ നിത്യസഹായ മാതാവിൻ്റെ നൊവേനയിലും വിശുദ്ധ കുർബാനയിലും ശുശ്രൂഷകളിലുമൊക്കെ പങ്കുകൊള്ളാൻ ചുറ്റുപാടും എല്ലാ ഇടവകളിൽ നിന്നുമൊക്കെ ഒത്തിരിയേറെ ആളുകൾ ശനിയാഴ്ചകളിലെ കുർബാനയിലും കർമ്മങ്ങളിലും വരാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ശനിയാഴ്ചകളിൽ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും അവരെ ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒത്തിരിയേറെ പേർക്ക് ദൈവം പരിശുദ്ധ അമ്മ വഴി അനുഗ്രഹം ചൊരിഞ്ഞതിൻ്റെ സാക്ഷ്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് കേട്ടറിഞ്ഞ് ചേർത്തലയിൽ നിന്ന് ഒരധ്യാപകൻ വന്നു. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി, കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം. 2 പേരും വന്ന് അച്ഛൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ മുമ്പിൽ വന്നു. ഞാൻ പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിക്കുക. മാതാവിനോട് പ്രാർത്ഥിച്ചു. അച്ഛനവരെ ആശീർവദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ, അമ്മ നിങ്ങൾക്ക് തരും, ദൈവം നിങ്ങൾക്ക് തരും. പോയി ഒരു 8 മാസം കഴിഞ്ഞ് അവരെന്നെ കാണാൻ വന്നപ്പോൾ ഒരു സന്തോഷ വാർത്ത എന്നെ അറിയിച്ചു. അവൾ ഗർഭിണിയാണ്.
ഞാൻ പറഞ്ഞു, ദൈവത്തിന് നന്ദി പറയുക. ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിച്ചത്. ഇത് കേട്ടുകൊണ്ട് വരുന്നത് ആ പള്ളിയിലെ കപ്പ്യാരായ ജോസാണ്. ജോസ് ഇത് കേട്ടുകൊണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ കൂടെ ഞാൻ നടക്കുന്നു. എൻ്റെ ഭാര്യ ഇതുവരെ ഗർഭിണിയല്ല. 6 വർഷമായി ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട്. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ എന്നെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജോസേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കണം. ഞാൻ ഈ പള്ളിയിൽ പള്ളിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ജോസേ, നിനക്കൊരു കുഞ്ഞുണ്ടാകും. അങ്ങനെ കൃത്യം 1 വർഷം കഴിഞ്ഞ് ജോസിൻ്റെ ഭാര്യ സിമി പ്രഗ്നൻ്റായി പ്രസവിച്ചു. ജസിയേൽ എന്ന മകന് പേരിട്ടു. ദൈവം അനുഗ്രഹിച്ചു. അസാധ്യം ദൈവത്തിൻ്റെ മുമ്പിലില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം അനുഗ്രഹം ചൊരിയും എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ്. ആ ദൈവം കൊടുത്ത മകനെ ബലി ചെയ്യാനാണ് പറയുന്നത്. ആ ദൈവം കൊടുത്ത മകനെ ബലി ചെയ്യാനാണ് പറയുന്നത്. ദൈവം പറയുന്നത് എന്താണോ അത് വിട്ടൊന്നും ചെയ്യാത്ത അബ്രാഹാം മകനെയും കൊണ്ട് പോവാണ് മോറിയ മലയിലേക്ക്. വിറക് ഇസ്ഹാക്കിൻ്റെ തലയിൽ വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇസ്ഹാക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പ എവിടെയാ കുഞ്ഞാട്? അപ്പം അപ്പം പറഞ്ഞു, ദൈവം തരും, ദൈവം തരും. തീർച്ചയാണ് അന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈശോ. എവിടെയാ കുഞ്ഞാട് എന്ന് ചോദിച്ചാൽ അറക്കപ്പെടാൻ വേണ്ടി കൊണ്ടുപോയ മകന് പകരം ദൈവം നിന്റെ വിശ്വാസത്തെ ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് അവനെ ബലി കഴിക്കരുത് എന്ന് പറയുകയും കുഞ്ഞാടിനെ നൽകുകയും ബലി ചെയ്യുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരമാണ് കാൽവരിയിൽ നമ്മൾ കാണുന്നത്. എവിടെയാണ് കുഞ്ഞാട് എന്ന് ഇസഹാക്ക് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കാൽവരിയിൽ നമ്മൾ കാണുകയാണ്. നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാനും വർദ്ധിപ്പിക്കാനും പറ്റുന്ന വലിയൊരു കാര്യമാണ്. അവിടെ ഇസഹാക്ക് ബലി ചെയ്യപ്പെടാൻ വേണ്ടി കൊണ്ടുപോയി. പക്ഷേ ദൈവം ഇസഹാക്കിനെ ബലി ചെയ്യേണ്ട എന്ന് പിന്നീട് പറഞ്ഞു. ഇവിടെ ഈശോ ബലി ചെയ്യപ്പെടുന്ന കുഞ്ഞാടായി മാറാണ്. അന്ന് എവിടെയാണ് കുഞ്ഞാട് എന്ന് ഇസഹാക്കിൻ്റെ ചോദ്യത്തിന് ഇവിടെ ഉത്തരമുണ്ട്. ഇതാണ് കുഞ്ഞാട്, ഇതാണ് അറക്കപ്പെട്ട കുഞ്ഞാടായ ഈശോ. തൻ്റെ മകനെ ബലി ചെയ്യുന്നതിലൂടെ ഈ ലോകത്തെ രക്ഷിക്കാൻ ദൈവം തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അറക്കപ്പെട്ട കുഞ്ഞാടായ ഈശോ കാൽവരിയിൽ നമ്മൾ കാണുന്നു, ബലിയായി മാറുന്നവൻ. ഈ ബലി അത് ഈശോ നൽകിയ ബലിയാണ്. അവിടെ കുഞ്ഞാടെവിടെ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഉത്തരം കൊടുത്ത ഈശോ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് മുൻപിൽ സ്നേഹത്തോടെ ആയിരിക്കുന്ന, വിശ്വസ്തയോടെ ആയിരിക്കുന്നവരായി മാറുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ആമേൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ.